എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ നമ്മളുടെ പ്രഭാതം എന്ന് പറഞ്ഞാൽ അതായത് ഇതുപോലെയൊക്കെയാണ്. നല്ല കാറ്റ് കേട്ടോ. ഇതിവിടെ ഉള്ളത് കൊണ്ടാണ് കാറ്റിൻ്റെ ഗാഠത മനസ്സിലാവുന്നത് കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ ശക്തമായിട്ടുള്ള കാറ്റായിരുന്നു. ഒരുപാട് ദിവസമായി ഞാൻ ഈ പാളയം മാർക്കറ്റിലേക്കൊക്കെ വന്നിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. ഇപ്പം നമ്മളുടെ തിരുവനന്തപുരം സിറ്റിയിൽ കുറേ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഒരുപാട് വിദേശത്തൊക്കെ ഉള്ള വ്യൂവേഴ്സ് നമുക്കിടയിലുണ്ട്. അപ്പോൾ അവർ ഞാനിവിടെയൊക്കെ കാണിക്കുമ്പോഴേക്കും ഭയങ്കര അതിശയത്തോടാണ് അവരോരോ കാര്യങ്ങൾ പറയണത്. ഇത് നമ്മുടെ പാളയത്തെ കണ്ണമേറ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആണ് എനിക്ക് വരാനുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാമേ. ഞാൻ മുൻപൊക്കെ ആണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങോട്ടൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ കുറേ ആയി കേട്ടോ ഇങ്ങോട്ട് വന്നിട്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ എന്തൊക്കെ സംഭവങ്ങൾ നടന്നു എന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ പൊളിക്കാൻ പോകുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിപ്പോൾ കണ്ടപ്പോൾ ഇതാ അതിശയം തോന്നുന്നു. ഞാൻ കാണിച്ചു തരാമേ. ഇപ്പം ഇവിടെയുള്ള കടകളൊക്കെ എങ്ങോട്ട് മാറ്റി? താഴെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് താഴെയാ. ഓ, വലിയ കാര്യത്തിൽ സാധനം വാങ്ങാൻ വന്നതാണ്. കണ്ടോ, പൊളിക്കുന്നെന്ന് പറഞ്ഞെങ്കിലും ഇങ്ങനെ ഉള്ള അവസ്ഥ കണ്ടിട്ടില്ല. ഇതാണിപ്പം നമ്മളുടെ പാളയം കണ്ണിമേറ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലെ വ്യൂ എന്ന് പറയുന്നത്. മറ്റേത് ഇവിടെയൊക്കെ നിറച്ച് കടകളായിരുന്നല്ലോ. ഇപ്പം കണ്ടോ എല്ലാം പൊളിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അവരുടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് താഴോട്ട് മാറ്റിയെന്നാണ്. കടയൊക്കെ മാറ്റിയോ? എങ്ങോട്ട്? അപ്പൊ നിങ്ങളും താഴെ പോണം? ഓ, അത് ശരി. വന്ന് കണ്ടപ്പോ ഭയങ്കര അതിശയം തോന്നി കേട്ടാ. ഈ സൈഡിലുള്ളവർക്കൊക്കെ ഉണ്ടാ? ഓ, ഇതും ഇനി പൊളിക്കോ? അപ്പൊ നിങ്ങക്ക് താഴെ കട തന്നിട്ടുണ്ടാ? തന്നില്ല. ഓ, ശരി ശരി ചേച്ചി. ഇപ്പൊ ഒരുപാട് നാളായി അതല്ലേ ഇവിടെ വന്നപ്പോഴാ ഇങ്ങനെ ഈ പൊളിച്ചിരിക്കുന്നത് കണ്ടത്. ആ, ഇവിടെ എല്ലാം പൊളിച്ചിരിക്കണ്ടോ. ഈ കടകള് മൊത്തത്തിൽ മാറ്റിയെന്ന് തന്നെ പറയാം കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഇവിടെ ഇപ്പം പാളയം പള്ളി കാണാം. ഇതുപോലെ എല്ലാം ഇടിച്ച് ഇവിടെ എല്ലാം കടകളായിരുന്നു. ഫ്രൂട്ട്സിൻ്റെ കട, വെജിറ്റബിൾസിൻ്റെ കട. ഇപ്പോൾ നമ്മുടെ പഴയ വ്ളോഗൊക്കെ കാണുന്നവർക്കറിയാം, ഇവിടെ അമ്മച്ചിമാരൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ വെജിറ്റബിളും ഒക്കെ വിൽക്കുന്ന, നാരങ്ങയും അങ്ങനെയൊക്കെ വിൽക്കുന്ന കടയായിരുന്നു. പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്ന കടകളായിരുന്നു ഈ ഒരു സൈഡിലൊക്കെ ഉണ്ടായിരുന്നത്. എല്ലാം മൊത്തത്തിൽ തിരിച്ചറിയാൻ പറ്റാത്തതുപോലെ ആയിപ്പോയി കേട്ടോ. നിങ്ങൾ മാറിയില്ലേ? താഴെ മാറ്റോ? നമ്മൾ മട്ടൺ വാങ്ങിക്കുന്ന കടയായിരുന്നു അത്, സുൽഫിക്കയുടെ കട. എല്ലാം മാറിയല്ലേ? ഓ, അത് ശരി. ആ ഹാ ഹാ. അപ്പൊ നമ്മൾ വരുന്ന വഴി ഇത് തന്നെയാണല്ലേ മെയിൻ വഴി? ഇത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ബേക്കറി. ആ, കണ്ട ഇതെല്ലാം മീറ്റൊക്കെ വിൽക്കുന്ന ഷോപ്പായിരുന്നു. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല. നമ്മുടെ തിരുവനന്തപുരത്ത് പാളയം മാർക്കറ്റൊക്കെ അറിയുന്നവർക്ക് ഇതിനെക്കുറിച്ച് കണ്ടാൽ മനസ്സിലാവും. ഇതാ ഇവിടെ കുറച്ച് പേര് മാത്രമുണ്ട്. നിങ്ങൾക്കൊക്കെ ഇവിടെ തന്നെ കിട്ടിയല്ലേ? മാറോ? നിങ്ങൾ മാറണോ? കട തരുമോ? അവര് തരുമോ? ആരും അറിഞ്ഞിട്ടില്ല അല്ലേ ഇങ്ങോട്ടൊക്കെ മാറ്റിയത്? ആ, സ്ഥിരം വരുന്നവർക്കറിയായിരിക്കും. ഓ, ആ, പിന്നെ ഇവിടെ മീൻ കടയായിരുന്നു കേട്ടാ. അതും ഒക്കെ മാറിയത് ഈ ഒരു സൈഡിലായിരുന്നു ഫിഷിൻ്റെ ഒക്കെ. അപ്പം നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, അതുപോലെ ആയിക്കഴിഞ്ഞു. ഇപ്പം എന്താ പാളയം മാർക്കറ്റ്. ഇവിടെ ഒരു ബിൽഡിംഗ് കെട്ടിയിരിക്കുന്നുണ്ടോ? ഈ ബിൽഡിങ് വളരെ പെട്ടെന്ന് വന്നതാണേ. നമ്മൾ അവിടെ നിന്ന് കുറേ ഇങ്ങനെ ഈ
എന്ത് പറയാൻ, ഈ നാടോടികളില്ലേ, നാടോടികൾ ഇങ്ങനെ അവിടെ പ്ലെയിൻ ആയിട്ട് സ്ഥലം കിടന്നിരുന്നപ്പോൾ അതിൽ നിന്ന് പ്ലാസ്റ്റിക് കവറുകളെല്ലാം എടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ വീഡിയോസൊക്കെ മുമ്പ് കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും. അവിടെ നിന്ന് ഇങ്ങനെ അവർ അതൊക്കെ ഈ കച്ചടയും അങ്ങനെയൊക്കെ എടുത്ത് മാറ്റി അവിടെ ഇങ്ങനെ ഈ കച്ചടയുടെ കൂമ്പാരമായിരുന്നു ഇട്ടിരുന്നത് കേട്ടോ. അപ്പം ഞാൻ അന്നൊക്കെ വ്ളോഗ് എടുത്തിട്ടുള്ളതാണ്. പക്ഷേ പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് ബിൽഡിംഗ് പണി തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അതിശയം തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മളുടെ പാളയം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി എന്തായാലും അങ്ങോട്ട് പോയിട്ട് നോക്കാം. അവിടെ നിങ്ങൾ താഴെ വരണം കേട്ടോ ഇപ്പം മാർക്കറ്റ്. ആഹാ, നിങ്ങളൊക്കെ ഇവിടെ ആയോ? ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ടൊന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. പച്ചക്കറിയൊക്കെ ഇതാ ഇവിടെ ഫ്രണ്ടിൽ. എന്തായാലും നമുക്ക് നോക്കാം. എന്നെ പോലെ പാളയം മാർക്കറ്റ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ആയത് കാണാത്തവർക്ക് എന്നിലൂടെ ഇത് കാണാമല്ലോ. മീനൊക്കെ ഇങ്ങനെയൊക്കെ. അവിടെയും ബിൽഡിംഗ് ഉണ്ടോ? പക്ഷെ ബിൽഡിംഗ് കെട്ടിയിട്ടും ഇവരൊക്കെ എന്ത് പുറത്തിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നോക്കാം നമുക്ക്. പരു എങ്ങനെ ചേച്ചി? മീൻ പരു ഏത് മീൻ്റെ? ചൂരയാണോ? വെള്ളച്ചൂര. അപ്പൊ ഇനിയിപ്പോ നിങ്ങളൊക്കെ ഈ ബിൽഡിങ്ങിന്റെ അകത്ത് പോവോ? അല്ല, അതിന് വേറെ ആൾക്കാർ അവിടെ ഇരിക്കുന്ന പറഞ്ഞ കടയും. അപ്പൊ നിങ്ങളൊക്കെ ഞങ്ങൾക്ക് കെട്ടിത്തരാന്ന് പറയണേ. ഞങ്ങൾക്ക് അറിഞ്ഞൂടെ മക്കളെ. അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ വെളിയിൽ തന്നെ അല്ലേ? ആഹാ. ഇതിപ്പം ഓരോരുത്തരും അവരവിടെ ഒതുങ്ങിയിരിക്കായിരുന്നു തോന്നണേ. ഇപ്പൊ ഈ ബിൽഡിങ്ങിന്റെ അകത്തൊന്നും അല്ല. അതായത് ഇതിപ്പോ കണ്ടില്ലേ, ഇനിയിപ്പം അകത്തേക്ക് അവരെ മാറ്റുമായിരിക്കും. പക്ഷെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വഴിയിൽ തന്നെയാണ് ഇവരൊക്കെ ഇപ്പോഴും ഇരിക്കുന്നത്. കണ്ടോ? ആഹാ, ഇവിടെ ഇരിക്കാണ്. ഇന്ന് വന്നാ? ഞാൻ കണ്ടില്ലായിരുന്നു. ഞാനിങ്ങനെ നോക്കി നടക്കായിരുന്നു, ആരെയും കാണാൻ പറ്റുന്നില്ല. നമ്മുടെ സുൽഫിക്കയുടെ കട ഇപ്പം ഇവിടെ ആയിരിക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ മീറ്റാക്കി കേട്ടോ. സെക്ഷൻ തിരിച്ചാണ് അവർ വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ സുൽഫിക്കയൊക്കെ ഇങ്ങോട്ടേക്ക് മാറ്റി 1.5 മാസത്തോളമായി. നമുക്കാണെങ്കിൽ മട്ടൻ ഇവിടെ വന്ന് വാങ്ങിയാലേ ശരിയാവുള്ളൂ. സുൽഫിക്ക മട്ടൻ കട നിർത്തിയ നമ്മൾ മട്ടൻ നിർത്തിയതുപോലെ. കാറിലൊക്കെ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പാടാണ് കേട്ടോ. നമ്മൾ ആ കാർ അവിടെ അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഇങ്ങ് താഴെ വരണ്ടേ. ഇനി ഇവിടെ വല്ല പാർക്കിങ്ങും ഇല്ല. ഇവിടെ താഴെ പാർക്കിംഗ് ഒന്നും ഇല്ല കേട്ടാ. പിന്നെ ആ വഴിയിലൊക്കെ ഇട്ടിട്ട് വരാനേ പറ്റത്തുള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ 1 മാസത്തോളമായി ഇങ്ങോട്ടേക്ക് ഇതൊക്കെ മാറ്റിയിട്ടെന്നാണ്. എന്തായാലും ഇവിടെ വന്ന് നമ്മളുടെ കണ്ണിമേറ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണാനായിട്ട് പറ്റി. ഇനി കുറച്ച് പേരൊക്കെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ പച്ചക്കറിയായിട്ടൊക്കെ ഇരിപ്പുണ്ട്. അവരെയും ഉടൻ ഇവിടെ നിന്നൊക്കെ മാറ്റും, എല്ലാം പൊളിക്കും എന്നാണ് പറയണത്. ഇവിടുത്തെ ഈ കടക്കാരൊക്കെ എങ്ങോട്ട് മാറി എന്നുള്ളത് അറിയത്തില്ല കേട്ടോ. ഇപ്പം നമ്മൾ പോയെടുത്ത് ഫിഷ്, വെജിറ്റബിൾസ് അങ്ങനെയുള്ളതൊക്കെ അല്ലേ കണ്ടത്. ഇതുപോലത്തെ ഉള്ള ഷോപ്പൊന്നും കണ്ടിട്ടില്ല. വെളിയിലൊക്കെ മഴയത്തൊക്കെ പോയിട്ട് വരുമ്പോൾ എന്തോ പോലെ തോന്നും കേട്ടോ. കാല് കഴിയപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് കേട്ടാ. കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞേ, ഇതാ നിങ്ങളെ
വെളിയിലിടുന്ന ചപ്പൽ ഇങ്ങനെ വീട്ടിനകത്ത് ഇടരുതേ എന്നോ. എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ, ഒരേപോലത്തെ ഇങ്ങനൊക്കെ പോകുമ്പം ലോക്കൽ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ ചപ്പലാണ് ഇടുന്നത്. ഇതേപോലത്തെ ചപ്പലിനാണ് ഞാൻ വീട്ടിൻ്റെ അകത്തും ഇടാനായിട്ട് വാങ്ങിച്ച് വെച്ചിരിക്കണം. കാരണം എനിക്ക് ആ നടത്തേക്ക് ഒരു കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ വെളിയിലിടുന്നത് അകത്തിടോ, നല്ല കാര്യമായി. ആ കൊച്ചു കുട്ടികൾ പോലും, ഇവിടെ സനമോള് പോലും അങ്ങനെ ഇടണത്, അങ്ങനെ അകത്തേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് അതിഷ്ടമുള്ള ആൾക്കാരല്ല ഞാൻ നിസാർക്കായി. കണ്ടോ? അതാ ഞാൻ വെളിയിലിടുന്ന ചപ്പലിന്റെ സെയിം തന്നെയാണ് ഇതാ വീട്ടിന്റെ അകത്തും. കണ്ടോ? ഇതുവരെ ഇതിന് പെർമിഷൻ ഉള്ളൂ. ഇപ്പൊ സംശയമൊക്കെ മാറിയല്ലേ അല്ലേ? ഇനി പോയെന്ന് കുളിക്കണം. നല്ല കപ്പ കിട്ടിയപ്പോഴേക്ക് ഞാൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ. കപ്പയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നല്ല കാന്താരി മുളകും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കപ്പ ഇതുപോലെ നമുക്ക് ഉപ്പിട്ട ശേഷം തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത് കേട്ടോ. എപ്പോഴും കപ്പ നമ്മുടെ നാട്ടിൽ മരിച്ചീനി എന്നാണ് പറയണതേ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കപ്പ എന്ന് പറഞ്ഞത്. അപ്പം നമ്മുടെ മരിച്ചീനി 2 വെള്ളത്തിൽ വേവിക്കണം എന്നാണ് പറയണത്. ഇതിലൊരു തരം വിഷാംശം ഉണ്ടെന്ന്. അപ്പം അത് പോകണമെങ്കിൽ നമ്മൾ 2 വെള്ളത്തിൽ തന്നെ അത് ഊറ്റിക്കളഞ്ഞിട്ട് വേവിക്കണം എന്നാണ് പറയണത് കേട്ടോ. അപ്പം പഴയ ആൾക്കാരൊക്കെ അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ആദ്യത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞു, പിന്നെ 2ാമത്തെ വെള്ളത്തിലാണ് ഇത് വീണ്ടും ഒന്ന് വേവിക്കുന്നത്. അപ്പം ഞാൻ 8-10 ചുവന്നുള്ളിയും അതുപോലെ തന്നെ 8-10 വെളുത്തുള്ളി അല്ലിയും പിന്നെ നമ്മുടെ കാന്താരി മുളക് ഒരു 7-8 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ എന്താണ് ഉണ്ടാക്കണതെന്ന് നിങ്ങൾക്ക് മനസ്സിലായാ? നോർമൽ സംഭവം അല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കണത്. അപ്പോൾ കപ്പ ഇവിടെ വെന്ത് വെള്ളം ഞാനൊന്ന് ഊറ്റിക്കളഞ്ഞെടുത്ത് വെച്ചതിലേക്ക് നമുക്ക് ഇത് ഇത്രയും ചതച്ചെടുത്തതാണ് കേട്ടോ. ഇതുപോലെ ചതച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. ഇട്ട് കൊടുത്തിട്ട് എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഐറ്റം. അപ്പം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇനിയിപ്പം ഇതൊന്ന് കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ചിലർ നല്ലതുപോലെ ഉടച്ചെടുക്കും കേട്ടോ. പക്ഷെ നല്ലതുപോലെ ഉടച്ചെടുക്കണതിൽ നിന്നും അവിടെ നമുക്കൊന്ന് കടിക്കാൻ കിട്ടണ്ടേ. അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് ഉടച്ചെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. ഞാനിവിടെ 1/2 ലിറ്റർ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ കപ്പയ്ക്കനുസരിച്ച് തേങ്ങാപ്പാലിന് നിങ്ങൾക്ക് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് പേടിക്കുകയൊന്നും വേണ്ട. ശരിക്കും ഇത് ഇനിയിപ്പോൾ ഒന്ന് കുറുക്കി വരും കേട്ടോ. ഇപ്പം ഇതിപ്പോൾ കണ്ടാൽ നല്ല ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് എനിക്ക് ഉപ്പ് കുറവ് പോലെ തോന്നിയുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. തേങ്ങാപ്പാൽ ചേർത്തത് കൊണ്ട് അടുക്കി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. പിന്നെ വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് ഇപ്പം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ റെസിപ്പി എന്താണെന്ന്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം ആ തേങ്ങാപ്പാൽ ഒന്ന് കുറുകണം കേട്ടോ. കുറുകിയിട്ട് ഒരുപാട് അങ്ങ് വറ്റിപ്പോണ്ട. കാര്യം നമ്മൾ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിരുന്നാലും കുറച്ച് കഴിയുമ്പോഴേക്ക് ഇത് തേങ്ങാപ്പാലും ഈ മരിച്ചീനിയും ഒക്കെ ആയിട്ട് നല്ല കുറുകിയിരിക്കും കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. മൺചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയിപ്പോൾ ചട്ടിയിൽ നിന്ന് മാറ്റാനൊന്നും നിൽക്കരുത്. ഈ ചട്ടിയിൽ തന്നെ വെച്ചിരുന്നിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാൻ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. ഇപ്പോൾ എനിക്കറിയാം വെളിച്ചെണ്ണയ്ക്കൊക്കെ വില വളരെ കൂടുതലാണ്. എന്നാലും ഈ പാൽക്കപ്പ കഴിക്കണമെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കഴിക്കുന്ന തന്നെയാണ് ടേസ്റ്റ് കേട്ടോ. പിന്നെ കടുകിട്ട് പൊട്ടിച്ച ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും ഒന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് കൊച്ചുള്ളി ഒരു 3-4 ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തത് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതൊക്കെ ഇടുമ്പോഴാണ് ആ പാൽക്കപ്പയുടെ ടേസ്റ്റ് അടിപൊളിയാവണത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ഈ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുന്ന സമയത്ത് വലിയ വില കൊടുത്തൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന സംഭവം നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാന്നേ. ഞാൻ പറഞ്ഞില്ലേ ഇത് ഓഫ് ചെയ്ത ശേഷം ഇതൊന്നും കൂടി ഒന്ന് കുറുകുമെന്ന്. കുറുകി വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ? ഈ ഒരു പരുവമാണ് വന്നിരിക്കുന്നതേ. ഇനി നമുക്ക് ഈ താളിച്ചത് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല ബീഫ് കറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ മീൻ കറി കൂട്ടി കഴിക്കാൻ നല്ല രുചിയാണ്. നിങ്ങൾക്കൊക്കെ ഏത് കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം? പാൽക്കപ്പ ഉണ്ടാക്കി എത്ര പേരുണ്ട്? നിങ്ങളൊക്കെ പറയൂ കേട്ടോ.
ഇപ്പം നമുക്ക് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് പാൽക്കപ്പ എന്ന് പറയുന്നത്. എന്തായാലും നല്ല കിഡു ടേസ്റ്റി തന്നെ ആയിരിക്കും. അപ്പം നിങ്ങൾ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാൻ. ഇനി മരിച്ചീനിയൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം കേട്ടോ. അപ്പം ഇത് ഉരുളൻ പാരയാണ് കേട്ടോ. അപ്പം നല്ല പച്ച ഉരുളൻ പാര ഇരിക്കുന്ന കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. കൂടുതലൊന്നും വാങ്ങിച്ചില്ല, കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ. ഞാനിങ്ങനെ മീൻ ഇങ്ങനെ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ ഇങ്ങനെ എടുത്തു വെക്കുന്ന ഒരു പ്രകൃതം ഇല്ല കേട്ടോ. നമുക്ക് അപ്പോഴപ്പോഴുള്ളത് ഒന്നുകിൽ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കും, അതല്ലെങ്കിൽ ഇവിടെ ഒരു ചേച്ചി കൊണ്ടുവരും, ആ ചേച്ചിയുടെ നിന്ന് വാങ്ങിക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യണത് കേട്ടോ. അല്ലാതെ എനിക്കിങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്കതാ കുറച്ച് 3-4 കൊച്ചുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും വേണം, അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമുക്ക് ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്നില്ലേ, ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. കുറച്ചധികം കറിവേപ്പില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യമേ നമ്മൾ ഇതുപോലെ കറിവേപ്പിലേക്ക് ഇട്ടെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മീൻകറി തേങ്ങ അരച്ചുള്ളതാണോ ഇഷ്ടം, അതല്ല മുളകിട്ട മീൻകറിയാണോ ഇഷ്ടം, ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളല്ലേ. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കരിഞ്ഞു പോകാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയം നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കിയെടുക്കാനുള്ളത് കേട്ടോ. മീൻ മുളകിട്ടതിൻ്റെ തന്നെ ഒരുപാട് റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതാ ഇവിടെ ഒരു തക്കാളിയാണ് എടുത്തത്, അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കിതും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ആ തക്കാളിയുടെ വെള്ളം ചാറൊന്ന് വറ്റി വരില്ലേ, ആ ഒരു രീതി വരെ നമ്മളിത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഞാനാണെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കണത് പോലെ അല്ല കേട്ടോ, വേറൊരു പ്രാവശ്യം ഉണ്ടാക്കണത്. പിന്നെ ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ആ അരപ്പിൽ പിടിക്കത്തക്ക രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം ഒന്ന് ആ ഒരു പച്ചച്ചോവ മാറാനാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏത് കറി ഉണ്ടാക്കുമ്പോഴും ഞാൻ എപ്പോഴും പറയണതാണ്, നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഉണ്ടാക്കണം, എങ്കിലേ ആ ഒരു കറിക്ക് നല്ല ഒരു രുചിയൊക്കെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിനിയിപ്പം ഇതിലേക്ക് കുടംപുളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചില സമയം ഞാൻ നമ്മുടെ പിഴുപുളി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കും. ഇന്നിപ്പോൾ ഞാൻ ഈ കുടംപുളിയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് വെട്ടി തിളയ്ക്കണേ. അപ്പോൾ വെട്ടി തിളയ്ക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എനിക്കാണെങ്കിൽ ഈ മീൻ കറിയിലൊക്കെ നിറച്ച് കറിവേപ്പില ഇടണം കേട്ടോ, അതാണ് എനിക്കിഷ്ടം. ഞാനതെടുക്കുക കളയത്തൊന്നുമില്ല, കഴിക്കുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മീനെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ മീൻതല കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീൻതല. ഇവിടെ നിസാർക്കായൊന്നും കഴിക്കത്തൊന്നുമില്ല, ഇവിടെ ഞാൻ മാത്രമാണ് മീൻതല കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇന്ന് മാർക്കറ്റിൽ പോയപ്പോഴേക്ക് നോക്കിയേ വലിയ മീനിൻ്റെ തലയുണ്ടോയെന്ന്, എന്നാൽ തലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ കണ്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അതങ്ങ് ഉപേക്ഷിച്ചു, ആ ആഗ്രഹം അങ്ങ് ഉപേക്ഷിച്ചു കേട്ടോ. ഇതിപ്പം ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ മീൻകറി റെഡിയായി കിട്ടും. കണ്ട മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് നേരം നമ്മൾ മീൻകറി ഇങ്ങനെ ഇട്ട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഇനിയിപ്പം മീനങ്ങ് പൊരിക്കാം. അപ്പം ഞാൻ വെളിച്ചെണ്ണയിലാണ് മീൻ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. ശരിക്കും നമ്മുടെ നാടൻ കറികൾ എപ്പോഴും നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു രുചി കിട്ടുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്, വെളിച്ചെണ്ണയാണോ അതെ മറ്റെണ്ണകളാണോ ഉപയോഗിക്കാൻ ഇഷ്ടം? പിന്നെ ഞാൻ ഇതിൻ്റെ രുചി കൂട്ടാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. ചില സമയങ്ങളിൽ ഞാൻ വെളുത്തുള്ളിയില്ലേ അത് തോലോടുകൂടി നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം തോലോടുകൂടി ചതച്ചിട്ട് അതിട്ട് കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ തരിതരിപ്പായിട്ട് ഉള്ള മുളകില്ലേ, ചില്ലി ക്രഷ് ചെയ്ത ചില്ലി, അത് ഇട്ട് കൊടുക്കും. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒന്നുപോലെ അല്ല ഞാൻ മറ്റൊരു ദിവസം ഉണ്ടാക്കുന്നത്, വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കപ്പ കണ്ട ഞാൻ ഇപ്പോൾ കോരി കാണിച്ചു തരാം. നല്ല തിക്കായി വന്നിട്ടുണ്ട്, ഇതാണ് ഞാൻ പറയണത്. കണ്ട നല്ല പരുവത്തിന് വന്നിട്ടുണ്ട്. അപ്പം ഇത് അതുകൊണ്ടാണ് ഇതിപ്പോൾ തേങ്ങാപ്പാലും കൂടി ചേർന്നിട്ടാകുമ്പോഴേക്ക് മൺചട്ടിയാണെങ്കിലും അടുക്കി പിടിക്കും. അപ്പം നമ്മൾ ആ ഇളക്കി തന്നെ അത് റെഡിയാക്കി എടുക്കണം എന്ന് പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നല്ല ചൂടോട് കൂടിയിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. വെളിയിലാണെങ്കിൽ ഇതാ നല്ല കാറ്റ് കിട്ടാം, ഭയങ്കര കാറ്റ്. അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ കാറ്റുണ്ടോ? കുറേ പേര് എനിക്ക് കമൻറ്റ് എഴുതിയിട്ടോ അവിടെയൊക്കെ മഴയുണ്ട് കാറ്റുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഒരു സമയത്ത് കഴിക്കാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ, ഒരു ചെറിയ മഴയും കാറ്റും ഒക്കെ ഉള്ളപ്പം. ഇപ്പം ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് എടുത്തു കഴിഞ്ഞാൽ ചെറിയ മഴയൊന്നും അല്ല കേട്ടോ, നല്ല മഴ തന്നെയാണ്. അപ്പം അത് വിട്ടാണ് മഴ പെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്നില്ല, വിട്ട് ഒരു ദിവസം ഫുള്ളെടുത്ത് അന്ന് മൊത്തം മഴ തന്നെയാണ്.
അപ്പം ഞാൻ ഇത് ഒന്ന് ചൂടോടെ വിളമ്പി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാൽക്കപ്പയിലേക്ക് നല്ല മീൻ ചാറും മീൻ കഷ്ണവും വെച്ച് പൊരിച്ച മീനും കൂടെ വെച്ച് എടുത്തിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ചങ്ങോട്ട് കഴിക്കണം. ഓ, എന്തൊരു രുചിയാണെന്നറിയാവോ. അപ്പം ഇഷ്ടപ്പെടുന്നവർ, ഞാൻ എപ്പോഴും പറയണ പോലെ പറയാണ്, നിങ്ങൾ ലൈക്കിന് പിശുക്ക് കാണിക്കാൻ മറന്നു പോരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇഷ്ടമാണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതും. എന്തായാലും അടിപൊളി കിടു ടേസ്റ്റ്. നല്ല ചൂട്, എൻ്റെ കൈ പൊള്ളുന്നുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്തപ്പോഴേക്ക്. ഇത് നല്ല ബീഫ് കറിയും കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്താണ് ഇവിടെ ബഹളം? മോള് കഴിച്ചതല്ലേ? അവൾക്ക് കൊടുക്കാൻ. പാൽക്കപ്പയും നല്ല മീൻ മുളകിട്ടത് ഇങ്ങനെ കൂട്ടിക്കുഴച്ച് ഇങ്ങനെ കഴിക്കണം. ഇവിടെ ഒരാൾ കഴിച്ചു കഴിഞ്ഞ ആളാണേ. അതിലിട്ട് കൊടുക്കാൻ. ഓക്കെ ഇട്ടുതരാം. വേണോ? അവയ്ക്ക് വേണോ?